ഹായ് ഓൾ, ഗുഡ് മോർണിംഗ്. ഇറ്റ്സ് മീ ആദർശ്. വെൽക്കം ബാക്ക് ടു മലബാർ ട്രേഡർ. അപ്പോൾ പുതിയ വീഡിയോയിൽ ഒരു എൻട്രി ഏകദേശം റെഡി ആയി വരുന്നുണ്ട്. കുറച്ചും കൂടെ ഒന്ന് മാർക്കറ്റ് താഴേക്ക് വന്നാൽ ഒരു എൻട്രി എടുക്കാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഞാൻ. ഏകദേശം ഒരു 24,727 എത്തിയാൽ എൻട്രി എടുക്കുക എന്നുള്ളൊരു പ്ലാനിലാണ്. ഒരു കോൾ ഓപ്ഷനാണ് ഫസ്റ്റ് നോക്കുന്നത്. അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇവിടെ സെലക്ട് ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഫോണിൽ 6 പോയിൻറ്റ് SL, 30 പോയിൻറ്റ് ടാർഗറ്റ്, 150 ക്വാണ്ടിറ്റി ഒക്കെ സെറ്റ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കുറച്ചും കൂടെ താഴേക്ക് വന്നാൽ ഡയറക്റ്റ് എൻട്രി എടുക്കും. ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി കാര്യങ്ങളൊക്കെ ഓൾറെഡി ടാപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ ഫസ്റ്റ് എൻട്രിയാണ്. സമയം അവിടെ ടാപ്പ് ചെയ്യുന്നുണ്ടാവില്ല ലെവൽ. സോ എൻട്രി എടുക്കാം. ഇവിടെ എൻട്രി എടുത്തിട്ട് ഞാൻ ഫ്ലാറ്റ് ട്രേഡിൽ ഡീറ്റെയിൽസ് ഒക്കെ കാണിച്ചു തരാം. എന്തെങ്കിലും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓർഡറിൽ പോയാൽ 62.75 എൻട്രി വന്നത്. അത് നമുക്ക് ജസ്റ്റ് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. എൻട്രി എടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യണം എൻട്രി കറക്റ്റായിട്ടല്ല വന്നതെന്നുള്ളതൊക്കെ. സോ 62.75 എൻട്രി. SL 6 പോയിൻറ്റ്സ് ആണ്. അതും ഏകദേശം 6 പോയിൻറ്റ് പറയുമ്പോൾ ഏകദേശം 5.95. ഇതിനെക്കാട്ടും ഒരു പോയിൻറ്റ് താഴെ ആയിരിക്കും. ഇനി ടാർഗറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 30 പോയിൻറ്റ്സ് ആണ്. 30 പോയിൻറ്റ്സ് ആണ് വെച്ചത്. കറക്റ്റ് അതാണ് വന്നുള്ളതൊക്കെ നമുക്ക് നോക്കണം. SL ടാർഗറ്റൊക്കെ 30 പോയിൻറ്റ്സ് പറഞ്ഞാൽ ഏകദേശം ഇവിടെ ആയിരിക്കും വരിക. അപ്പോൾ ഫ്ലാറ്റ് ട്രേഡിൽ പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 62.75 ടാർഗറ്റ് 87 പോയിൻ്റ് ആണ്. ടാർഗറ്റ് വന്നത് കറക്റ്റ് 30 പോയിൻറ്റിലല്ല. ശരിക്കും വരേണ്ടത് 92.75 പക്ഷെ അവിടെ അല്ല വന്നത്, കുറച്ച് താഴേക്കാണ്. സോ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുക്കണം. ടാർഗറ്റ് ഓർഡർ 2 എണ്ണം വന്നത് വേറെ സ്ഥലത്താണ്, 30 പോയിൻറ്റ്സ് അല്ല. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് മോഡിഫൈ ചെയ്ത് മാറ്റി കൊടുത്താൽ മതി. മോഡിഫൈ ചെയ്തിട്ട് 92.75 ആയി കൊടുക്കുക. അതിപ്പം അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് വന്നത്. സെലക്ട് ആവില്ലല്ലോ. ഓക്കെ, 92.75 അടിച്ചു കൊടുക്കാം. മോഡിഫൈ ചെയ്ത് ഇതിപ്പോൾ 2 ഓർഡർ ആയിട്ടാണ് വന്നത്. അപ്പോൾ 2ഉം മോഡിഫൈ ചെയ്ത് കൊടുക്കണം. ചില 75 ഓരോ ലോട്ട് വേറെ വേറെ ആയിട്ടാണ് വന്നത്. ചില സമയത്ത് നോർമലി 2 ഒരുമിച്ചാണ് ഒറ്റ ഓർഡർ ഉണ്ടാവുള്ളൂ. ഇതിപ്പോൾ 2 എണ്ണമായിട്ടാണ്. അപ്പോൾ 2ലും മാറ്റി കൊടുക്കണം. ഇതിലും 92.75 അടിച്ചു കൊടുക്കാം. ഇപ്പോൾ 2ഉം ടാർഗറ്റ് ഓർഡർ 2 മോഡിഫൈ വെച്ചിട്ടുണ്ട്. ഇനി SL ഓർഡർ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം നമുക്ക്. അത് കറക്റ്റ് അത് തന്നെയല്ല, 6 പോയിൻറ്റിൽ തന്നെയല്ല SL വന്നാണ്. SL നോർമലി തെറ്റലോ ഇല്ല, കറക്റ്റാണ് വരല്. എന്നാലും വെറുതെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അഥവാ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ റെഡിയാക്കാമല്ലോ. SL വന്നത് 56.75 ആണ്. 56.75 ആണ്. 56 ഓക്കെ, കറക്റ്റ് 6 പോയിൻറ്റിലാണ് SL വന്നത്. അപ്പോൾ കുഴപ്പമില്ല, SL കറക്റ്റാണ്. ടാർഗറ്റ് മാത്രമേ ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ മാറ്റി കൊടുത്ത്. ഇനി നമുക്കൊന്നും ചെയ്യാനില്ല. എൻട്രി ടാർഗറ്റ് SL ഫുള്ള് സെറ്റാണ്. ഏതെങ്കിലും ഒന്ന് അടിക്കണ സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് എക്സിറ്റ് ആയിക്കോളും. ഇതിൽ പിന്നെ ടാർഗറ്റ് മാനുവലി എക്സിറ്റ് ചെയ്യുന്ന പരിപാടിയൊന്നും തൽക്കാലം നോക്കണില്ല. ഒന്നെങ്കിൽ ഈ പ്രീമിയത്തിൻ്റെ ചാർട്ടിൽ ഒന്നെങ്കിൽ ടാർഗറ്റ് അല്ലെങ്കിൽ SL, അതിന് മാത്രമേ വെയിറ്റ് ചെയ്യുന്നുള്ളൂ. പിന്നെ ഈ ട്രേഡ് എടുക്കാനുള്ള റീസൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഉള്ളൊരു ലിക്വിഡിറ്റി, ഒരു ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തിട്ടുണ്ട്. അത് ടാപ്പ് ചെയ്തുകൊണ്ടാണ് മേലേക്ക് ഒരു എൻട്രി നോക്കാനുള്ള റീസൺ. അത് ടാപ്പ് ചെയ്തതിനു ശേഷം 1 മിനിറ്റിൽ പ്രോപ്പറായിട്ടുള്ള സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ കിട്ടിയതുകൊണ്ടാണ്. പക്ഷേ സാധനം ഇപ്പം താഴേക്ക് തന്നെ വരുന്നതായിട്ടാണ് തോന്നുന്നത്. കുഴപ്പമില്ല, നമ്മൾ ടാർഗറ്റ് വെച്ച് SL വെച്ച് ഫുള്ള് സെറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി ഒന്നെങ്കിൽ ടാർഗറ്റ് അല്ലെങ്കിൽ SL. SL തൊട്ട് SL അടിച്ചെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, അവിടെ ഫ്ലാറ്റ് ട്രേഡിൽ SL അടിച്ചിട്ടുണ്ട്. മറ്റേ ചാർട്ടിൽ അത്ര ഒന്നും താഴേക്ക് വന്നില്ല, പക്ഷേ ഇതിലടിച്ച്. ഇതിപ്പോൾ 885 വന്നത്. സാധാരണ 900-ലും കൂടുതലാണ് അതിൽ. വളരെ റെയറസ്റ്റ് ഓഫ് റെയർ ആയിട്ട് 900-ലും കുറവിലേക്ക് വരുള്ളൂ. 11:12 എടുത്തൊരു ട്രേഡ് 11:14 എക്സിറ്റ്. വെറും 2 മിനിറ്റ് കൊണ്ട് SL അടിച്ചൊരു ട്രേഡാണ്. ഇത് നല്ല അടിപൊളിയായിട്ട് താഴേക്ക് വന്നിട്ടുണ്ട്. പ്രീമിയം നമ്മളെ നിഫ്റ്റി അതിനകത്തെല്ലാം താഴേക്ക് വന്നില്ല, ഡേലോ കട്ട് ചെയ്തില്ല. പക്ഷേ പ്രീമിയത്തിൽ നല്ലോണം ഫാൾ വന്ന് മറ്റേ എക്സ്പയർഡ് ആയതുകൊണ്ടായിരിക്കും തോന്നുന്നു. ഭയങ്കര തീറ്റടിക്കൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്തായാലും ഫസ്റ്റ് ട്രേഡ് അവിടെ കഴിഞ്ഞ് വന്നത്തെ ഫസ്റ്റ് ട്രേഡ് എടുത്ത് SL അടിച്ച്. ഇനി അടുത്തൊരു ഓപ്പർച്യൂണിറ്റി വേണമെന്നുണ്ടെങ്കിൽ ഒരു മേലുള്ളൊരു ലെവലുണ്ട്, ഒരു അപ്സൈഡ് IDX ഉണ്ട്. അവിടെ ടാപ്പ് ചെയ്യുന്ന സമയത്ത് 1 മിനിറ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ താഴേക്ക് ഒരു എൻട്രി നോക്കാം. അതല്ലാണ്ടെങ്കിൽ താഴേക്ക് വന്നിട്ട് താഴെയുള്ള അടുത്ത ലെവൽ ടാപ്പ് ചെയ്യുമ്പോൾ മേലേക്കും എൻട്രി നോക്കാം. അതുവരെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ വെയിറ്റ് ചെയ്തിരിക്കാം. എന്തായാലും നോക്കട്ടെ. ഇനി പുതിയൊരു എൻട്രി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അടുത്ത ഒരു എൻട്രിക്കുള്ള സ്കോപ്പും കൂടെ കാണുന്നുണ്ട്. ഒരു ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി ഒക്കെ ടാപ്പ് ചെയ്തിട്ട് 1 മിനിറ്റിൽ പ്രോപ്പർ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ഏരിയ ഇവിടെ ടാപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു പുട്ട് ഓപ്ഷനിലുള്ള എൻട്രി കൺസിഡർ ചെയ്യാം. കറക്റ്റ് ഏരിയ മാർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 24,771.55 അവിടെ ടാപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു ഡൗൺ സൈഡിലേക്കുള്ളൊരു എൻട്രി കൺസിഡർ ചെയ്യാം.
ഹയർ ടൈം ഫ്രെയിമിൽ മേലുള്ള ലെവലൊക്കെ ടാപ്പ് നമ്മൾ നേരത്തെ മാർക്ക് വെച്ച ലെവലൊക്കെ ടാപ്പ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. സോ താഴേക്ക് പുതിയൊരു എൻട്രി കൺസിഡർ ചെയ്യാം. ആദ്യം അടിയിൽ പോയിട്ട് അടിയത്തെ ലെവൽ ടാപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് കുറേ മേലേക്ക് എൻട്രി എടുക്കാൻ വേണ്ടി നോക്കി നിന്നു, പക്ഷെ ഒന്നും കിട്ടിയില്ല. പ്രോപ്പറായിട്ട് സ്ട്രക്ചറൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഒന്നും ടാപ്പ് ചെയ്യാണ്ട് കുത്തനെ കയറി മേലേക്ക് പോയി. അതുകൊണ്ട് കാണിക്കുന്നില്ല, റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് ഞാൻ തൽക്കാലം ഒഴിവാക്കി, കാരണം അവിടെ എൻട്രി ഒന്നും എടുത്തില്ല. ഇനിയിപ്പോൾ പുതിയ എൻട്രി ഇവിടുന്ന് താഴേക്കാണ് വരുന്നത്. ഇതും കിട്ടുകയാണെങ്കിലേ ഇടുള്ളൂ. ഈ എൻട്രി ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാനിത് കാണിക്കില്ല. മറ്റേ ഫസ്റ്റ് എൻട്രി മാത്രം കാണിച്ചിട്ട് പിന്നെ 3 മണിക്ക് എന്താണുള്ളത് അതായിരിക്കും കാണിക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കി നോക്കാം, എൻട്രി ഇവിടേക്ക് വരുമോ. ഇനി അതല്ല എൻട്രി തരാതെ നേരത്തെ പോലെ താഴേക്ക് കുത്തനെ ഇറങ്ങി പോകുമെന്നുള്ളതൊക്കെ. അങ്ങനെ എൻട്രി വരികയാണെങ്കിൽ ഞാൻ പറയാം. ഓക്കെ, അങ്ങനെ നമ്മൾ എൻട്രി ഏരിയ ഇവിടെ ടാപ്പ് ആയിട്ടുണ്ട്. കുറച്ച് ടൈം എടുത്ത് ഞാൻ ടാപ്പ് ചെയ്തു. 1 മിനിറ്റിൽ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഫോം ആയതിന് ശേഷം കുറച്ച് ടൈം എടുത്തിട്ടാണ് എൻട്രി ഏരിയ ടാപ്പ് ആയത്. എന്തായാലും പ്രോപ്പറായിട്ടുള്ള എൻട്രിയാണ്, അതുകൊണ്ട് ട്രേഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഫ്ലാറ്റ് ട്രേഡിൽ കാണിച്ചു തരാം. സോ പക്ഷേ ഇതിൽ ടാർഗറ്റ് ചിലപ്പം കുറച്ച് ചെറിയ ടാർഗറ്റ് വെക്കേണ്ടി വരും. അവിടെ ഒരു 5 മിനിറ്റ് IDX ഉണ്ടായിട്ടുണ്ടാകാൻ ചാൻസ് ഉണ്ടാവും ഒരു ഹൈ അടിച്ച സമയത്ത്. നമുക്ക് നോക്കി നോക്കാം. എന്തായാലും തൽക്കാലം 30 പോയിൻറ്റ്സ് ആണ് ടാർഗറ്റ് വെച്ചത്. ഡീറ്റെയിൽസ് പോയൊക്കെയാണ് 53.7 എൻട്രി വന്നത്. 53 പോയിൻറ്റ്സ് അതൊക്കെ ജസ്റ്റ് ഒന്ന് നമുക്ക് മാർക്ക് ചെയ്തേക്കാം. 53 ലോങ് പൊസിഷനാണ് വേണ്ടത്. 53.7 എന്ന് പറയുമ്പം 53.7 എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ താഴേക്കാണ്. ഓക്കെ, അപ്പോൾ 53.7 എൻട്രി വന്നത്. അതിൻ്റെ SL ആസ് യൂഷ്വൽ 6 പോയിൻറ്റ്, ഏകദേശം ഇവിടെ 5.8 6 പോയിൻറ്റിലാണ് വന്നത്. കറക്റ്റ് ഏതാണോ അറിയില്ല, ഒന്നും കൂടി ചെക്ക് ചെയ്യണം നമുക്ക്. എല്ലാ ട്രേഡും എടുക്കുക, അങ്ങനെ ചെക്ക് ചെയ്യുക, ഇതാക്കുക. ഇത് തന്നെ പണിയുള്ളൂ, വേറെ പ്രത്യേകിച്ച് പണിയല്ല. ട്രേഡിങ് വളരെ സിമ്പിളാണ്. അതിൽ ടാർഗറ്റ് 81.2 ആണ്, അത് വ്യത്യാസമുണ്ട്. സോ അതൊന്ന് മോഡിഫൈ ചെയ്ത് കൊടുക്കണം. 53.7 എന്ന് പറയുമ്പം 83.7 ആയിരിക്കും ശരിക്കും വരേണ്ട ടാർഗറ്റ്. പക്ഷേ 81.2 ഒക്കെ ആണ് വന്ന്. അത് മോഡിഫൈ ചെയ്തിട്ട് 83.7. ഓക്കെ, അപ്പോൾ 83.7 ആയിട്ട് മോഡിഫൈ ചെയ്ത് ഇനി ഒരു ഓർഡറും കൂടെ ഉണ്ട്, അതും കൂടെ ജസ്റ്റ് മോഡിഫൈ ചെയ്യാം. 83.7 ആക്കി കൊടുക്കാം. ചില സമയത്ത് റയറായിട്ട് മാത്രമേ ഇങ്ങനത്തെ പ്രശ്നം വരെ ഉള്ളൂ. അങ്ങനെ വരുന്ന സമയത്ത് നമ്മളെന്താ, അപ്പോൾ എല്ലാ ടൈമും എന്തായാലും നമ്മൾ ചെക്ക് ചെയ്യാൻ എന്നിട്ട് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുക്കാം. ചിലപ്പോൾ 50 പോയിൻറ്റ് വെച്ചാൽ 20 പോയിൻറ്റ് 30 പോയിൻറ്റ് അങ്ങനെയൊക്കെ ആയിരിക്കും ടാർഗറ്റ് വരുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. അതേപോലെ തന്നെ SLും ഒന്ന് ചെക്ക് ചെയ്യണം. SL വ്യത്യാസം അങ്ങനെ വരയില്ല, എന്നാലും ചെക്ക് ചെയ്യണം. 47.7 53 കറക്റ്റ് 6 പോയിൻറ്റ് തന്നെ വന്നത്, വലിയ പ്രശ്നമില്ല. മറ്റേതും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 47.7 അത് കംപ്ലീറ്റ് കറക്റ്റാണ്. ഇനി ഒന്നും ചെയ്യാനില്ല, ജസ്റ്റ് വെയിറ്റ് ചെയ്തിരിക്കാം. മാർക്കറ്റ് ചെറിയൊരു പ്രോഫിറ്റ് റണ്ണിങ് ആണ്. ഇതിപ്പോൾ ടാർഗറ്റ് അടിക്കണം 30 പോയിൻറ്റ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഡെൽറ്റ വാല്യൂ 0.5 ആണെന്നുണ്ടെങ്കിൽ ഇവിടേക്ക് എത്തേണ്ടി വരും. 60 പോയിൻ്റൊക്കെ ആയാലായിരിക്കും 30 പോയിൻറ്റ് കിട്ടുക. പിന്നെ ഇന്ന് എക്സ്പയറി ഡേ ആയതുകൊണ്ട് ഒരു സ്പൈക്ക് കിട്ടിയാൽ ചിലപ്പോൾ പെട്ടെന്ന് കയറും. ഒന്നും പറയാൻ പറ്റില്ല, എന്താണെന്നുള്ളത് നമുക്ക് കണ്ടറിയാം. എന്തായാലും ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് അടിച്ചിട്ട് കാണിച്ചു തരാം ഇനി എന്ത് സംഭവിക്കും എന്നുള്ളത്. ആ ട്രേഡ് ഇവിടെ മാനുവലി എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുള്ള കാരണം ഒരു ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്ത് ഇനിയിപ്പോൾ മേലേക്ക് എൻട്രി എടുക്കാൻ പാകത്തിലുള്ള നല്ലൊരു ലിക്വിഡിറ്റി ഏരിയ ആണ്. സോ അങ്ങനത്തെ ഒരു ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്തുകൊണ്ട് അതിവിടെ മാനുവലി എക്സിറ്റ് ആയിട്ടുണ്ട്. 2572 അതിൽ പ്രോഫിറ്റ് കിട്ടിയത്. ഓർഡറും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. ചാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്ലാന് ഒന്നെങ്കിൽ ഇവിടെ 30 പോയിൻറ്റ് കറക്റ്റ് അടിക്കുകയാണെങ്കിൽ അപ്പോൾ എക്സിറ്റ് ആവും. അതല്ല അതിൻ്റെ മുന്നേ നിഫ്റ്റി ചാർട്ടിൽ ഇവിടെ ഒരു ലിക്വിഡിറ്റി ഏരിയ ഉണ്ട്, അത് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ അവിടെ നിന്ന് എക്സിറ്റ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അത് ടാപ്പ് ചെയ്തുകൊണ്ട് 30ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യില്ല, ഡയറക്റ്റ് നമ്മൾ അവിടെ നിന്ന് എക്സിറ്റ് അടിച്ച് ഏകദേശം ഒരു പകുതി 15-16 പോയിൻറ്റ് അങ്ങനെ എന്താണ് കിട്ടിയെന്ന് തോന്നുന്നു. സോ നല്ല ട്രേഡാണ്. ഇനിയിപ്പോൾ താഴേക്ക് വരുമോ മേലേക്ക് പോകുമോ എന്താണെന്നുള്ളതൊന്നും നമുക്കൊരു പിടുത്തമില്ല. അതെന്തായാലും പ്രശ്നമില്ല. നമ്മളെ പ്ലാൻ എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ആ ഒരു ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്യുമ്പോൾ മാനുവലി എക്സിറ്റ് അടിക്കാം. അതല്ല അതിൻ്റെ മുന്നേ അതല്ല അത് അടിക്കുന്ന സമയത്തോ 30 പോയിൻറ്റ് കിട്ടുകയാണെങ്കിൽ 30 പോയിൻറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ടാർഗറ്റ് അടിക്കാം. അതാണ് ഇതിന് പ്ലാന്. പക്ഷേ 30 പോയിൻറ്റ് അടിക്കാതെ ആ ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ മാനുവലി എക്സിറ്റ് അടിച്ചു.
സോ ഇന്നത്തെ 2 ട്രേഡ് കഴിഞ്ഞ് ഇപ്പോൾ സമയം 2 മണി ആയിട്ടുണ്ട്. ഇനി നല്ലൊരു എൻട്രി കിട്ടുകയാണെങ്കിൽ നോക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ എൻട്രി ഉണ്ടാവില്ല. എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കട്ടെ. ഇപ്പോൾ ഒരു ലിക്വിഡിറ്റി ടാപ്പ് ചെയ്ത് നിൽക്കുകയാണ്. ഇവിടുന്ന് മേലേക്ക് നല്ലൊരു എൻട്രി കിട്ടുകയാണെങ്കിൽ മേലേക്ക് എടുക്കും, അല്ലാണ്ടെങ്കിൽ എൻട്രി ഉണ്ടാവില്ല. എന്തായാലും ഞാൻ നോക്കിയിട്ട് പറയാം. ഓക്കെ, പിന്നെ വേറെ എൻട്രിയും കാര്യങ്ങളൊന്നും ഇല്ല. ഇനി രാവിലെ എടുത്ത ആ 2 ട്രേഡ് മാത്രമേ ഉള്ളൂ. ഇവിടെ ഫ്ലാറ്റ് ട്രേഡിൽ നോക്കുകയാണെങ്കിൽ രാവിലെ എടുത്ത 2 ട്രേഡ് ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഇതാ രാവിലെ എടുത്ത 2 ട്രേഡ് മാത്രമേ ഉള്ളൂ. സോ അതിന് ശേഷം മാർക്കറ്റിൽ ഈ ഒരു ട്രേഡാണ് ഇനി. ഈ ഒരു ട്രേഡ് ഞാൻ എക്സിറ്റ് ചെയ്തത് ഈ ക്യാൻഡിലാണ്. ഇനി ഈ ക്യാൻഡിൽ പറഞ്ഞാൽ 13:58 ഇതാ ഇവിടെ എങ്ങനെയാണ് അത് എക്സിറ്റ് ചെയ്തത്. അതിന് ശേഷം അത് കയറി 30 പോയിൻറ്റ് ടാർഗറ്റ് അടിച്ച് അത് കുറച്ചും കൂടെ താഴേക്ക് വന്നു. പക്ഷേ താഴേക്ക് വന്നതിന് ശേഷം ഇവഞ്ച്വലി അത് മേലേക്ക് തന്നെയാണ് പോയത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഒരു എൻട്രി നോക്കുകയാണെങ്കിൽ മേലോട്ടേക്കായിരിക്കും എൻട്രി നോക്കുക. കാരണം ഇവിടെ ഒരു ലിക്വിഡിറ്റി ടാപ്പ് ചെയ്ത് ചെയ്ത സമയത്താണ് ആ ട്രേഡ് എക്സിറ്റ് അടിച്ചിട്ട് ഇനി അവിടുന്ന് മേലേക്ക് എൻട്രി നോക്കാൻ പറ്റിയ ഏരിയ ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായി. എക്സിറ്റ് അടിച്ചതിന് ശേഷം കുറച്ചും കൂടെ താഴേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ഇവഞ്ച്വലി ആ ലിക്വിഡിറ്റി ടാപ്പ് ചെയ്ത കാരണം കൊണ്ട് അത് മേലേക്ക് തന്നെയാണ് പോയത്. മേലേക്ക് പോകാണെങ്കിൽ വേണ്ടിയില്ല, നല്ല അടിപൊളിയായിട്ട് പോയിട്ടുണ്ട്. ഹ്യൂജ് മൂവ്മെൻ്റാണ് അവിടെ നിന്ന് വന്നത്. പക്ഷേ അതിലൊന്നും നമുക്ക് കാര്യമില്ല, നമ്മൾ പ്രോപ്പർ എൻട്രിയും കാര്യങ്ങളൊന്നും കിട്ടിയില്ല. പിന്നെ ടൈമും കുറവായി, അതുകൊണ്ട് വേറെ എൻട്രി ഒന്നും ഇല്ല. ഇനി ആകെ 2 എൻട്രി വന്നുള്ളൂ. അപ്പോൾ കഴിഞ്ഞ 3 ദിവസം നോക്കുകയാണെങ്കിൽ 3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് പ്രോഫിറ്റ് തന്നെയാണ്. ഈ ആഴ്ച നോക്കുകയാണെങ്കിൽ ഈ ആഴ്ച കംപ്ലീറ്റ് പ്രോഫിറ്റ് തന്നെയാണ്. ഞാൻ ഈ വീക്കിലി ഉള്ള P&L ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഈ ആഴ്ചയിലെ തിങ്കളാഴ്ച ഞാൻ ട്രേഡ് എടുത്തില്ല. ചൊവ്വയും ബുധനും വ്യാഴവും ഈ 3 ദിവസമാണ് ട്രേഡ് എടുത്തത്. ആ 3 ദിവസം പ്രോഫിറ്റ് തന്നെയാണ്. ഇനി എന്നുവെച്ചാൽ ഡെയിലി പ്രോഫിറ്റ് ആണെന്നൊന്നുമില്ല, ലോസും കാര്യങ്ങളൊക്കെ വരും. പക്ഷേ ഇനിയിപ്പോൾ എത്ര ലോസ് വന്നാലും ഇതിലേക്ക് പോകില്ല, ഓവറോൾ ലോസിലേക്കൊന്നും പോകില്ല. കാരണം ടാർഗറ്റ് അടിക്കുന്നത് 1:5 നല്ല വൃത്തിക്ക് അടിക്കുന്നതുകൊണ്ട്. ഇന്നത്തെ മാത്രമേ ഉള്ളൂ 1:5 ഇല്ലാത്ത ഈ ട്രേഡ് 1:5 ഇല്ലാതെ പോയത്. അല്ലാണ്ടെങ്കിൽ 1:5 മിനിമം എന്തായാലും ഉണ്ടാവും. അപ്പോൾ മെയ് 25 മുതൽ ഇന്ന് വരെയുള്ള നോക്കാം. ഈ ലാസ്റ്റ് വീക്കിൻ്റെ ഈ മന്തെൻഡിൽ ടോട്ടൽ മന്തിൻ്റെ എന്തായാലും ഞാൻ കാണിക്കുന്നതായിരിക്കും. ഇതിപ്പോൾ ജസ്റ്റ് 3 ദിവസം അടുപ്പിച്ച് പ്രോഫിറ്റ് കിട്ടിയോണ്ട് അത് ജസ്റ്റ് ഒന്ന് കാണിക്കുക വിചാരിച്ചാൽ അത്രേ ഉള്ളൂ. റിവ്യൂ അടിച്ച് നോക്കുകയാണെങ്കിൽ ഇതിപ്പോൾ ഇന്നലത്തെയും മെയിനാനത്തെയും ആണ്. ഇത് ഇന്നത്തെയും കൂടെ ഇവിടെ വരും. അപ്പം 3 ദിവസം കണ്ടിന്യൂസ് പ്രോഫിറ്റ് ആയിരിക്കും ഉണ്ടാവുക. പിന്നെ തിങ്കളാഴ്ച ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തിങ്കളാഴ്ച ട്രേഡൊന്നും ഇല്ല. ഇനി പ്രോപ്പർ എൻട്രി കിട്ടാത്തതുകൊണ്ടാണ് തോന്നുന്നത് ഇന്ന് ട്രേഡൊന്നും ഇല്ല. ഇനി ഇപ്പോൾ ടോട്ടൽ ട്രേഡിൻ്റെ എണ്ണം നോക്കുകയാണെങ്കിൽ ഈ ദിവസം 2 ട്രേഡിൻ്റെ ഇനി 2 ടാർഗറ്റാണ്. ഇനി ഈ ദിവസം ഒരു ടാർഗറ്റും ഒരു ESL ആണ്. ഇനി പിന്നെ ഈ ദിവസം ഇന്നത്തെയാണ്. ഇന്നിപ്പോൾ ഒരു ESL അടിച്ച് പിന്നെ ഒരു ടാർഗറ്റ് മാനുവൽ എക്സിറ്റ് അടിച്ചുകൊണ്ട് ലേശം കുറവാണ്, അത്രേ ഉള്ളൂ. സോ അത്രയാണ് ഇന്നത്തെ ട്രേഡിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും മനസ്സിലായി എന്നൊക്കെ വിചാരിക്കുന്നു. ഇതിപ്പോൾ ഇതിൽ കാണുന്ന സമയത്ത് നമുക്ക് തോന്നും ഇവിടെ എക്സിറ്റ് അടിക്കേണ്ടില്ലേനി, ഇത് ടാപ്പ് ചെയ്ത സമയത്ത് എക്സിറ്റ് അടിക്കേണ്ടില്ലേനി, കുറച്ചും കൂടെ വെയിറ്റ് ചെയ്താൽ 30 പോയിൻറ്റ് കിട്ടിയേനി, ഇപ്പോൾ ആകത്തരല്ലേ കിട്ടുള്ളൂ ഒക്കെ. പക്ഷേ അതിപ്പോൾ ഇവിടെ ടാപ്പ് ചെയ്ത ടൈമിൽ 13:58 ഈ ക്യാൻഡിലാണ് അവിടെ ടാപ്പ് ചെയ്തിട്ട് ക്യാൻഡിൽ അവിടെ ടാപ്പ് ചെയ്ത സമയത്ത് എക്സിറ്റ് അടിക്കാതെ ഇരുന്നിട്ട് ഇവിടുന്ന് കുത്തനെ താഴേക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഭയങ്കര ഇമോഷണലായിരിക്കും. ചേടാ അവിടെ എക്സിറ്റ് അടിച്ചാൽ മതി, അതെങ്കിലും ഉണ്ടാവും, ഇനി പ്രോഫിറ്റിലെങ്കിലും ഇറങ്ങി, അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മളെ ചിന്ത വരിക. സോ ഇങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അവിടെ അത് വെയിറ്റ് ചെയ്തിട്ട് വെച്ചാൽ ഇങ്ങനെ പോകുക. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് പിന്നെ അടുത്ത ട്രേഡ് പാളി പോവുക. അടുത്ത ട്രേഡിൽ നമ്മൾ എന്ത് ചെയ്യും, അടുത്ത ട്രേഡിൽ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെയല്ല പോയത്, അതുകൊണ്ട് ഇപ്രാവശ്യം ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക, അങ്ങനെയൊക്കെ വിചാരിക്കും. സോ അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യാതിരിക്കുക. അപ്പോൾ അത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ. ഇനി പുതിയൊരു ട്രേഡ് വീഡിയോ ആയിട്ട് നാളെ കാണാം. പിന്നെ ഈ ട്രേഡിൻ്റെ ഇങ്ങനത്തെ പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യണത് ലിക്വിഡിറ്റി ചാനൽ പണ്ടേ കാണുന്നവർക്ക് ഏകദേശം അറിയാൻ മതി ലിക്വിഡിറ്റി കൺസെപ്റ്റാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ. അപ്പോൾ അതറിയാത്തവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പറയുകയാണ്, ഞാൻ ട്രേഡ് ചെയ്യുന്നത് ലിക്വിഡിറ്റി കൺസെപ്റ്റ് ഉപയോഗിച്ചിട്ടാണ്. അത് ലിക്വിഡിറ്റി കൺസെപ്റ്റ് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ചെറിയ SL-ഉം വലിയ ടാർഗറ്റും ഒക്കെ വരുന്നത്. എനിക്ക് SL വരുന്ന സമയത്ത് ഇങ്ങനെ ചെറുതായിരിക്കും വരിക, 1000-ലും കുറവായിരിക്കും വരിക. കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ 900 ആണ്. പക്ഷേ അതിൽ ചെറിയ സ്ലിപ്പേജ് അങ്ങോട്ടും ഇങ്ങോട്ടും വരുമ്പോൾ ലേശം കുറയാൻ ചാൻസ് ഇല്ല, അതിലും കൂടുകയാണ് ചെയ്യുക. 900-ലും കൂടുതൽ എന്തായാലും ആവറേജ് ഒരു 1000 ആയിരിക്കും പോവുക. പിന്നെ പ്രോഫിറ്റ് കിട്ടുന്ന സമയത്ത് 4500 ആയിരിക്കും വരിക. ഇതിപ്പോൾ ഒന്ന് മാനുവലി എക്സിറ്റ് അടിച്ചുകൊണ്ടാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഒന്ന് 2 ടാർഗറ്റ് അടിച്ചാണ്, അതുകൊണ്ട് 4500 9000 ആണ്. സോ അങ്ങനെ ആയിരിക്കും ടാർഗറ്റ് വരിക. സോ ഇങ്ങനെ 1:5 ഒക്കെ എടുക്കാൻ കഴിയുന്നത്, കൂളായിട്ട് എടുക്കാൻ കഴിയുന്നത് ഈ ലിക്വിഡിറ്റി കൺസെപ്റ്റ് ഉപയോഗിക്കുന്നതുകൊണ്ടാണ്. ലിക്വിഡിറ്റി കൺസെപ്റ്റിൽ എന്ന് വെച്ചാൽ ഇതിപ്പോൾ ഒരു ലിക്വിഡിറ്റി ഏരിയ ആണെന്നുണ്ടെങ്കിൽ അവിടെ ടാപ്പ് ചെയ്യുന്ന സമയത്ത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും നമ്മൾ എൻട്രി വെക്കാം. നോർമലി ഇവിടെ ടാപ്പ് ഒരു റെസിസ്റ്റൻസ് പോലുള്ള സ്ഥലം ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചെറുതായിട്ട് മഴ പെയ്യുമ്പോൾ സൗണ്ട് പോകാൻ ചാൻസ് ഉണ്ട് തോന്നുന്നു. അപ്പോൾ
ഇവിടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മേലേക്കായിരിക്കും എടുക്കുക നോർമൽ കൺസെപ്റ്റ് പ്രകാരം. പക്ഷേ ലിക്വിഡിറ്റി അങ്ങനത്തെ ഒരു ഏരിയ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ താഴേക്കായിരിക്കും നിൽക്കുക. അതുപോലെ ഇവിടെ ടാപ്പ് ചെയ്തപ്പോൾ നമ്മൾ മേലേക്കായിരിക്കും നിൽക്കുക. ഇന്നത്തെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഇവിടെ ടാപ്പ് ചെയ്തപ്പോഴാണ് ഒരു എൻട്രി, ഈ ഒരു ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്തപ്പോഴാണ് ഒരു എൻട്രി താഴേക്ക് നോക്കിയത്. പിന്നെ മേലേക്ക് നോക്കിയിരുന്നത് ഇവിടെ ഏതോ ഒരു ലിക്വിഡിറ്റി ഏരിയ ഇതെങ്ങാനാണെന്ന് തോന്നുന്നു. എന്നിട്ട് ടാപ്പ് ചെയ്ത ടൈമിലാണ് മേലോട്ടേക്ക് ഒരു എൻട്രി നോക്കിയത്. സോ അങ്ങനെയായിരിക്കും ലിക്വിഡിറ്റി കൺസെപ്റ്റ് പ്രകാരമുള്ള എൻട്രീസും കാര്യങ്ങളൊക്കെ വരാം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ഓക്കെ, ബൈ.